മുൻ ISL ചാമ്പ്യന്മാരായ ഹൈദരാബാദിന്റെ നിലവിലെ അവസ്ഥ എല്ലാവർക്കും അറിയാം. കഴിഞ്ഞ സീസണിലും ഈ സീസണിലും ഏറെക്കുറെ ഇന്ത്യൻ താരങ്ങളുമായിട്ടാണ് അവർ കളിക്കുന്നത്. ഒന്നോ രണ്ടോ വിദേശ താരങ്ങൾ മാത്രമാണ് അവരുടെ ടീമിലുള്ളത്. ഈ സീസണിൽ ആദ്യ കളിയിൽ ബംഗളൂരുവിനോട് തോറ്റു, അടുത്ത കളിയിൽ പഞ്ചാബിനോടും തോറ്റു. എന്നാൽ മൂന്നാമത്തെ കളിയിൽ ചെന്നൈയിൻ FC അവർ ഗോൾ രഹിത സമനിലയിൽ പിടിച്ചുകെട്ടി. ഈ മത്സരത്തിൽ ചെന്നൈയിനെ ഗോൾ അടിക്കാൻ സമ്മതിക്കാതെ അവരെ പിടിച്ചുകെട്ടിയത് ഹൈദരാബാദിന്റെ പ്രതിരോധ താരം മലയാളിയായ അവരുടെ ക്യാപ്റ്റനായ അലക്സ് സജിയാണ്. എല്ലാ മലയാളികൾക്കും അഭിമാനിക്കാവുന്ന ഒരു നേട്ടമാണത്. കാരണം ഒരു ISL ക്ലബിന്റെ ക്യാപ്റ്റൻ ആയിരിക്കുകയാണ് ഒരു മലയാളി താരം. 24 വയസ്സ് മാത്രമാണ് താരത്തിന്റെ പ്രായം. 2017 കേരള ബ്ലാസ്റ്റേഴ്സിന്റെ B ടീമിലൂടെയാണ് അദ്ദേഹം തന്റെ സീനിയർ കരിയർ ആരംഭിക്കുന്നത്. പിന്നീട് 3 കൊല്ലം ഗോകുലം കേരളയിൽ കളിച്ചു. 2 തവണ അവരോടൊപ്പം I-ലീഗ് ചാമ്പ്യന്മാരായി. അവിടെ നിന്നുമാണ് അദ്ദേഹം ഹൈദരാബാദിലെത്തുന്നത്. കഴിഞ്ഞ സീസണിൽ ലോണിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനായി 7 മത്സരങ്ങൾ കളിച്ചു. എന്നാൽ ഇക്കുറി ടീമിന്റെ ക്യാപ്റ്റനായിട്ടാണ് അദ്ദേഹം ഹൈദരാബാദിലേക്ക് മടങ്ങിയെത്തിയത്. ഹൈദരാബാദിന്റെ കോച്ചിന്റെ വിശ്വാസം അതേപടി കാക്കുന്ന പ്രകടനമാണ് അദ്ദേഹം കളത്തിൽ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നതും. കഴിഞ്ഞ കളിയിൽ ചെന്നൈയിനെതിരെ പ്ലെയർ ഓഫ് ദി മാച്ചായിട്ട് തെരഞ്ഞെടുത്തതും അലക്സ് സജിയായിരുന്നു. അലക്സ് സജി നയിക്കുന്ന ഈ ഹൈദരാബാദ് യുവനിര ISL-ൽ മികച്ച പ്രകടനം നടത്തട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം.